എടുത്തോ. അയ്യോ അതിന് വേണം. അയ്യോ പാവം. அப்ப நான் போட்டேனா? കൊള്ളാമോ? ഞങ്ങളിപ്പോ നിറയ്ക്കുന്നു, പറിക്കുന്നു, കഴിക്കുന്നു. ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്ന് രാവിലെ സ്ട്രോബെറി പറിക്കാൻ പോയല്ലോ. സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് മിഡ് ജൂൺ തൊട്ട് മിഡ് ജൂലൈ വരെയുള്ള ടൈമാണ്. അപ്പം ഞങ്ങൾ ഇന്ന് സ്ട്രോബെറി പിക്കിങ്ങിനായിട്ട് പോകുന്നത് ആൻഡ്രൂസ് ഫാമിലോട്ടാണ് കേട്ടോ. ഇത് കാനഡയിൽ ഒണ്ടാരിയോയിൽ മിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. ചെറിയൊരു കൺട്രി ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കേറാനുള്ള കൂട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. പോരാത്തതിന് ഇന്നൊരു വീക്കെൻഡും കൂടിയാണ്. കനേഡിയൻസ് പൊതുവെ ഇതേപോലത്തെ പിക്കിംഗ് ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ അവരുടെ ഫാമിലി ആയിട്ട് ഔട്ട്ഡോർ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ബെസ്റ്റ് ടൈമാണ് സമ്മർ ടൈം. 14 24 74 ആയാലും അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ പരന്ന് കിടക്കല്ലേ. ഇത് എത്രയോ ഏക്കറിലുള്ളൊരു ഫാമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോബെറി പിക്കിങ്ങിന്റെ ഫാമിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഇവരുടെ ട്രാക്ടർ സർവീസും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ സ്ട്രോബെറി പിക്കിംഗ് ഫാമിൽ എത്തിയിരിക്കുവാണ്. ഇതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്, അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ. ഈ പച്ചപ്പ് മാറ്റുമ്പോൾ ഉള്ളിൽ ചുമന്ന് കിടക്കുന്ന സ്ട്രോബെറീസ് കാണുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. സ്ട്രോബെറീസ് പിക്ക് ചെയ്യുമ്പോൾ ചിലത് പഴുക്കാത്തതുണ്ടാവും, ചിലത് മോശമുണ്ടാവും. അപ്പം നല്ലത് നോക്കി പിക്ക് ചെയ്യുക. പിക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി അവിടെ നിന്ന് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾക്കത് പിക്ക് ചെയ്ത് ബാസ്ക്കറ്റിൽ ഇട്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ശരിക്കും അങ്ങ് ബോധിച്ചു. സ്ട്രോബെറീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി നന്നായിട്ട് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. പിന്നെ കഴിച്ച് ഒരു പരുവായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കരുതി ഇനി പിക്ക് ചെയ്ത് തുടങ്ങാമെന്ന്. അങ്ങനെ ബാസ്ക്കറ്റ് നിറയ്ക്കാൻ തുടങ്ങി. ഇതെൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാനഡയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇതേപോലത്തെ ഒരു സ്ട്രോബെറി പിക്കിംഗ് ഫാമിൽ വന്നിട്ട് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ആ ബാസ്ക്കറ്റിൽ നിറയ്ക്കുന്ന അത്രയും അവസാനം വേ ചെയ്ത് പൈസ അടയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് നടന്നു കണ്ട് നല്ലത് നോക്കി പറക്കിയെടുക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ആ ഫാം നിറച്ചും കുട്ടികളായിരുന്നു കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് ഇത്രയും സ്ട്രോബെറീസ് ഇഷ്ടമായിരുന്നു എന്നുള്ളത് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ ഞങ്ങളുടെ ബാസ്ക്കറ്റ് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പോയാലോ? ഈ ഫാമിൽ സ്ട്രോബെറി പിക്കിംഗ് മാത്രമല്ല വേറെ പല ആക്ടിവിറ്റീസും ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. ബൈ.